प्यारे बच्चों, आदाब बरस 10वीं जमात के उर्दू के अगला ऑनलाइन क्लास को मैं सबको दावत करता हूँ। पिछले क्लास में हमने मेहनत रंगलाई सबक में साजन के एक कहानी शुरू किया, यानी साजन की माँ लक्ष्मी चाची के बारे में भी बताया। लक्ष्मी क्या किया था, शहर में जाकर दुकानों को सफाई का काम किया था और अपने बेटे का पढ़ाई के लिए और अपनी घर के अखराजात के लिए पैसा जमा करने वाला था। आखिर क्या हो गया, उनकी मेहनत रंगीलाई कैसे, अपना बेटा IAS का इम्तिहान पास हो गया, IAS हासिल किया उन्होंने। और उस वक्त उनके घर में ज़्यादा अखबार लोग और चैनल वालों आया। उस वक्त चैनल वालों ने पूछा साजन से अपनी इस कामयाबी के पीछे, इस अजीम कामयाबी के पीछे किसका हाथ है। उन्होंने बताया, साजन ने बताया, मेरा सब कामयाबी के हकदारी सिर्फ मेरी माँ है, पूर्व मेरे अम्मा मात्रा मान ले, मेरी माँ है, मेरी माँ, इसे बताया। वो चैनल वालों ने पूछा वो कैसे, वो क्या बात है बताइए। उस वक्त क्या किया, लक्ष्मी अपनी कहानी वो कैसे काम किया, क्या काम किया, उस ऐसा बातें बोल रहा है। अभी देखिए, आप आगे देखिए क्या क्या है। 11ാമത്തെ പേജിൽ നമ്മൾ തുടങ്ങാണ്. ഓക്കെ, ലക്ഷ്മി തൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായിരുന്നു ലക്ഷ്മി, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒന്നുകൂടെ ഇതിന് മുമ്പ് അയച്ചു തന്നിട്ടുള്ള ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഒന്നുകൂടെ കേൾക്കുക, അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച പെട്ടെന്ന് കിട്ടും. ഓക്കെ, ലക്ഷ്മി തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. അതായത് എന്താണ്, പിന്നെ ലക്ഷ്മി ഒരു ടൗണിൽ ജോലി ചെയ്ത് കടയിൽ ക്ലീനിങ് ഒക്കെയുള്ള ജോലി ചെയ്തായിരുന്നു എൻ്റെ മക്കളെ പഠിപ്പിച്ചിരുന്നത്, വീട്ടിലെ ചിലവുകൾ കണ്ടെത്തിയിരുന്നത്. അങ്ങനെ അവസാനം തൻ്റെ മകനായിട്ടുള്ള സാജൻ IAS പാസ്സാവുകയാണ്. ആ IAS പാസ്സായതിൻ്റെയൊക്കെയുള്ള പിന്നിലുള്ള കഥകളാണ് ഇനി ലക്ഷ്മി ചാച്ചി പത്രക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. കേൾക്കാം. मेरे शौहर के इंतकाल के वक्त साजन की उम्र 8 साल और मालदी की उम्र 5 साल की थी. 2 बच्चे हैं, एक बच्चा और एक बच्ची. और मेरे शौहर के इंतकाल के वक्त साजन की उम्र 8 साल और मालदी की उम्र 5 साल की थी. എൻ്റെ ഭർത്താവിൻ്റെ മരണസമയത്ത് സാജന് വയസ്സുണ്ടായിരുന്നത് 8 വയസ്സും മാലതിക്ക് വയസ്സുണ്ടായിരുന്നത് 5 വയസ്സും മാത്രമായിരുന്നു. അത്ര ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്തു, എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പിരിഞ്ഞുപോയി. हम गाँवों में खेत के किनारे एक झोंपड़ी में रहा करते थे. हम कहाँ रहते थे उन लोग, हम गाँवों के खेत के किनारे एक झोंपड़ी में रहा करते थे. എന്താ പറയുന്നത്, ഞങ്ങളൊരു ഗ്രാമത്തിൽ ഒരു വയലിൻ്റെ തീരത്തുള്ള ഒരു ജോംബടി, ഒരു കുടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ജിന്ദഗി ഗുസാർനെ കെ ലിയെ മെഹനത് മസ്ദൂരി കർനെ പടി. ജിന്ദഗി ഗുസാർനെ കെ ലിയെ മെഹനത് മസ്ദൂരി കർനെ പടി. എന്താണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മെഹനത് മസ്ദൂരി കർനെ പടി, വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ അതിനെ നേരിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടായിരുന്നു ജീവിതം മുന്നോട്ട് പോയിരുന്നത്. मुख्तलिफ घरों में काम करती और साथ साथ दुकानों और गली को चौकी सफाई भी करती रही. എന്താണ്, മുഖ്തലിഫ് ഘറോ മേം കാം കർത്തി, മുഖ്തലിഫ് ഘറോ മേം കാം കർത്തി, വിവിധ വീടുകളിൽ, പല വീടുകളിലും കാം കർത്തി, വീട്ടുജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. और क्या किया, शहर में हम पिछले क्लास में बताया, शहर में दुकानों की सफाई भी किया और साथ साथ दुकानों और गली को चौकी सफाई भी करती रही. ഗല്ലികളിലുള്ള, ടൗണുകളിലൊക്കെയുള്ള ഗല്ലികൾ എന്ന് പറഞ്ഞാൽ ഓരോ ബിൽഡിങ്ങിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പറയും വഴികളുണ്ടാവും, ചെറിയ ചെറിയ വഴികൾക്കാണ് നമ്മൾ എന്താ പറയുക, ഗല്ലികൾ എന്ന് പറയുക. അങ്ങനെ ഗല്ലികളിലുള്ള അതിൻ്റെ ഊടുവഴികളിലുള്ള ക്ലീനിങ്ങുകളെല്ലാം ചെയ്തിട്ടായിരുന്നു അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നുള്ളതാണ്. शाम को घर लौटते वक्त दुकानों से पुराने अखबार और रिसाले ले आती जिनको बच्चे खुशी खुशी पढ़ते थे. എന്താ ചെയ്തിരുന്നു ഒന്നുകൂടി കേൾക്കാം. शाम को
घर लौटते वक्त दुकानों से पुराने अखबार और रिसाले ले आती जिनको बच्चे खुशी खुशी पढ़ते थे. लक्ष्मी चाची ने एक बात किया था, क्या? शाम को घर लौटने के वक्त दुकानों से मिलेगा, क्या मिलेगा? पुरानी अखबार मिलेगा, पुराने अखबार मिलेगा और पुराने रिसाले मिलेगा, वो लेके आएगा. वो क्या कि बच्चे लोग बहुत खुशी से पढ़ते थे, बहुत खुशी से पढ़ते थे. समझा बात? शाम को घर लौटने के वक्त लक्ष्मी अपने घर हाथ में क्या लेके जाएगा? दुकानों से मिलेंगे पुराने अखबार, पुराने अखबार और पुराने റിസാല മാസികകൾ, പഴയ മാസികകളും പത്രങ്ങളൊക്കെ ലക്ഷ്മി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അത് വളരെ സന്തോഷത്തോടു കൂടെ ബच्चे लोग पढ़ते थे, കുട്ടികൾ എന്തായിരുന്നു വായിച്ചിരുന്നു. उसी वजह से उनको कुतुब बीनी की आदत पड़ गई थी. അങ്ങനെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വായനയോടുള്ള താല്പര്യം കൂടുതലായിട്ട് മക്കൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. आगे चलकर उसने मुख्तलिफ मुकाबिला जाती प्रोग्रामों में हिस्सा लिया और कई अनाम भी हासिल किए. आगे चलकर उसने मुख्तलिफ मुकाबिला जाती प्रोग्रामों में हिस्सा लिया और कई अनाम भी हासिल किए. അങ്ങനെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ? उन्होंने क्या किया था? മുഖ്തലിഫ് മുക്കാബില ജാതി പ്രോഗ്രാം, മുക്കാബില മത്സര പ്രോഗ്രാമുകളിലൊക്കെ, മത്സര പരീക്ഷകളിലൊക്കെ, മത്സര പ്രോഗ്രാമുകളിലൊക്കെ ഹിസ്സാലിയ പങ്കെടുക്കാൻ തുടങ്ങി. അവർ കൈ അനാം ബി ഹാസിൽ കി, ഒരുപാട് അനാം സമ്മാനങ്ങളും കരസ്ഥമാക്കി. ഏക് ദിൻ കാ വാക്യ ഹൈ, ഒരു ദിവസം, ഏക് ദിൻ കാ വാക്യ ഹൈ, ഒരു ദിവസത്തെ ഒരു സംഭവമാണ്. ലക്ഷ്മി പറയാണ്, जब साजन स्कूल में पढ़ रहा था, जब साजन स्कूल में पढ़ रहा था, പഴയ കാലത്തെ കഥയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് उस दिन शाम को वह नए कपड़े पहनकर स्कूल से लौट आया. एक दिन क्या किया? एक शाम को साजन स्कूल से लौटने के वक्त, घर आने के वक्त क्या हो गया? एक नए कपड़े पहनकर आया. यानी स्कूल जाने के वक्त पुराने कपड़े पहनकर गया था, बल्कि वापस आने के वक्त नया कपड़ा पहनकर वापस आया. समझा? घर से स्कूल जाने के वक्त पुराना कपड़ा था, बल्कि वापस लौटने के वक्त नया कपड़ा पहनकर साजन घर में पहुंचा. समझा? ഒരു ദിവസത്തെ സംഭവമാണ്. പഴയ സ്കൂളിൽ പഠിക്കുമ്പോൾ, സാജൻ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താണ്, പഴയ ഡ്രസ്സ് ഇട്ടാണ് പോയിരുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്താണ്, പുതിയ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചോദിക്കണം, ക്യോं बेटे आज ये नए कपड़े कहाँ से मिले? ये क्या है बेटे, ये क्या है? आज तुमको ये नया कपड़ा कहाँ से मिला? ഇതെന്താ മോനെ, ഇതെന്താ സംഭവം? മോനോട് ഈ പുതിയ ഡ്രസ്സ് കിട്ടിയത്? നയ കപ്പട കഹാ സെ മിലേ, ഇത് ഇവിടുന്നാ കിട്ടിയത്? അമ്മി, സാജൻ പറയാണ്, അമ്മി യെ മേരെ ജിഗരി ദോസ്ത് അൽത്താഫിനെ ദിയേ ഹേ, യെ മേരെ ജിഗരി ദോസ്ത്. ഇതാണ് ഇൻറ്റിമേറ്റ് അല്ലേ? മേരെ ജിഗരി ദോസ്ത്, ഇൻറ്റിമേറ്റ് ഉള്ള ദോസ്ത്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അൽത്താഫിനെ ദിയേത്തെ, അൽത്താഫ് ദിയേ ഹേ, അൽത്താഫ് തന്നതായിരുന്നു, എൻ്റെ അൽത്താഫ് തന്നതായിരുന്നു. സാജൻ പറയാണ്, എൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള സാജൻ തന്നതാണ്. बाद में पता चला कि स्कूल के सेमिनार में साजन ने हिस्सा लिया था. बाद में पता चला, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിവരം കിട്ടി, കുറച്ച് ശേഷം, അതിനുശേഷം മുझको पता चला, എനിക്ക് വിവരം കിട്ടി, സ്കൂൾ के सेमिनार में साजन ने हिस्सा लिया था, സ്കൂൾ സെമിനാറിൽ സാജൻ ने हिस्सा लिया था, സാജൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അൽത്താഫിനെ ഉസ്കോ നയേ കപ്പടേ ലാക്കർ ദിയേ തെ, സെമിനാറിലൊക്കെ പങ്കെടുക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ വേണം അല്ലേ? അൽത്താഫിനെ ഉസ്കോ നയേ കപ്പടേ ലാക്കർ ദിയേ തെ, അൽത്താഫ് എന്തേതാണ്, നല്ല പുതിയ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തതാണ്. ക്യോംകെ സാജൻ കെ കപ്പടേ പുട്ടേ പുരാനെ ഹോ ഗയേ തെ, സാജൻ കെ കപ്പടേ പുട്ടേ പുരാനെ ഹോ ഗയേ തെ, പറ്റ പഴകിയ, വളരെ പഴകിയ വസ്ത്രമായി മാറിയിരുന്നു സാജൻ്റെത്. അതുകൊണ്ട് ഉൻകെ ജിഗരി ദോസ്ത് ഉൻകോ ദിയാ ഹേ. എന്ത്? അവൻ്റെ വസ്ത്രം വളരെ പഴയതായിരുന്നു സാജൻ്റെ. സാജൻ ഒരു സെമിനാർ അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് സാജൻ്റെ ദോസ്തായിട്ടുള്ള അൽത്താഫ് സാജനൊരു വസ്ത്രം സമ്മാനിച്ചതായിരുന്നു, നൽകിയതായിരുന്നു. ഉസ് വക്ത് മേ സോച്ച് രഹി തി കെ മേ കിത്നി ബദ്നസീബ് മാഹൂ, ഉസ് വക്ത് മേ സോച്ച് രഹി തി, ഉസ് വക്ത് മേ സോച്ച് രഹി തി കെ മേ കിത്നി ബദ്നസീബ് മാഹൂ, മേ കിത്നി ബദ്നസീബ് മാഹൂ. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എത്രത്തോളം നിർഭാഗ്യവാദിയായ ഒരു അമ്മയാണ്,
ഞാൻ എത്രത്തോളം നിർഭാഗ്യവതിയായ ബദ് നസീബ്, നിർഭാഗ്യവതിയായ ഒരു അമ്മയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അപ്പിനെ ബേട്ടെ കോ നയേ കപ്പടേ തക് ഖരീദ് കർ ന ദേ സക്കി. അപ്പിനെ ബേട്ടെ കോ, എൻ്റെ മകന് നയേ കപ്പടേ തക് ഖരീദ് കർ ന ദേ സക്കി, ഒരു നല്ല വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഞാൻ എത്ര നിർഭാഗ്യവതിയായ അമ്മയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കണം. അതായത് ആ സാജൻ ഒരു IAS ഓഫീസറായിട്ടുണ്ട്. നമ്മൾ കഥയുടെ നമ്മൾ തുടക്കം പറയുന്നുണ്ടായിരുന്നു ഒരു ശ്രീധന്യ സുരേഷിൻ്റെ ഒരു ജീവചരിത്രം. അതുപോലെയാണ് സാജനും ഒരു IAS ഓഫീസറായത്. കാരണം IAS ഓഫീസർ അവൻ്റെ സാജൻ്റെ ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. കൂടെ അവന് വ്യക്തമായ സപ്പോർട്ട് കൊടുത്തത് ആരാണ്? അമ്മയായിട്ടുള്ള ലക്ഷ്മിയായിരുന്നു. ആ ലക്ഷ്മി തൻ്റെ മക്കളെ ചെറുപ്രായത്തിൽ ഒരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും പണമെല്ലാം പ്രാധാന്യം കൊടുത്ത്, അവർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത്, പഠിക്കാനുള്ള ചിലവെല്ലാം കടകളിൽ പോയി ക്ലീൻ ചെയ്തും അങ്ങനെ എല്ലാം വന്നിട്ടും പൈസ ഇല്ലായിട്ടും അവർ നല്ല രീതിയിൽ പഠിച്ചു, പരിശ്രമിച്ചു അല്ലേ. അവർ अच्छी तरह काम किया, अच्छी तरह मेहनत किया. साजन भी मेहनत किया और उनकी माँ भी मेहनत किया, जो उस मेहनत का फल उनको मिला. और साजन का ലക്ഷ്മി का मेहनत रंगिलाई गई അല്ലേ. അവർ ഒരുപാട് പരിശ്രമിച്ചു. പണമില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരുന്നിട്ടില്ല. അവർ നല്ല രീതിയിൽ പഠിച്ചു. അവരൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ക്യാ ചാഹിയെ, हमको सब एक उम्मीद चाहिए, हमको सब एक उम्मीद चाहिए. वो उम्मीद मिलने के लिए, वो उम्मीद हासिल करने के लिए हम क्या करना है, कोशिश भी करना है. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലക്ഷ്യം വേണം, ആഗ്രഹം വേണം, പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷ കിട്ടാൻ വേണ്ടി, ആ പ്രതീക്ഷിച്ചത് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കൂടെ വേണം. ठीक है तो आपको इस कहानी समझ में आया होगा. है तो हमको अगला क्लास में मिलेंगे. इस क्लास अभी हम ख़त्म करता हूँ. ठीक है, फिर मिलेंगे. खुदा हाफिज़. शुक्रिया.